കുറേ ആയില്ലേ ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. തമ്പ്ലയിൽ കണ്ട പോലെ തന്നെ ചെറിയ യോഗയൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞ് വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ്, കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ കുറച്ച് വെള്ളം കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ചുമന്നിരിക്കുന്ന മൈലാഞ്ചി കണ്ടില്ലേ, ഞാൻ ഇന്നലെ തലേദിവസം ഇട്ടിട്ട് കിടന്ന് ഉറങ്ങിയതായിരുന്നു. അമ്മ രാവിലെ 8:30 ആയപ്പോൾ തന്നെ സ്കൂളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയാണ്. ചപ്പാത്തി വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുന്നത്. അതാകുമ്പോൾ കറിയില്ലെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റും. ഇതെനിക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കും ഇത് തന്നെ ആയിരിക്കും നമ്മൾ കഴിക്കുന്നത്. എൻ്റെ കയ്യിൽ കണ്ടോ അത്യാവശ്യം കളറൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൈ ബ്ലാക്ക് കളർ ആണെങ്കിൽ ഇത്രയും സ്റ്റെയിൻ വരും കേട്ടോ. സാധാരണ മൈലാഞ്ചി വെച്ച് ഉണ്ടാക്കിയതാണ്. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇനി കഴിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചിട്ടുള്ളൊരു തക്കാളി കൂട്ടാനും ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. യോഗ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിച്ചെന്നായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഫുഡ് കഴിച്ചത്. ഇനി നമ്മുടെ മുടിയൊക്കെ നല്ല വൃത്തിയിൽ ഒതുക്കി വെക്കണം. അല്ലെങ്കിൽ മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വീഴുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഈ ഇടയായിട്ട് ഭയങ്കര ചൂടാണ് കേട്ടോ ആലപ്പുഴ ജില്ലയിൽ. സാധാരണ ഇത്രയും ചൂട് എനിക്ക് തോന്നാറില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി കുടിച്ചു. നമ്മൾ ഫേസ് യോഗ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ജസ്റ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ലിപ്പ് ഭയങ്കര ഡ്രൈ ആയതാണ് ഞാൻ എപ്പോഴും ലിപ് ബാം ജസ്റ്റ് തേക്കൂട്ടാ. അങ്ങനെ ലിപ് ബാമാണ് ഇപ്പോൾ തേച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മോയ്സ്ചറൈസർ തേക്കുന്നത് ഞാൻ പോൺസിൻ്റെ ആണ് കേട്ടോ. ഇതാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാം, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. വെളിച്ചെണ്ണയൊക്കെയാണ് പറയുന്നത്, പക്ഷേ എൻ്റെ കയ്യിൽ മോയ്സ്ചറൈസർ ഉള്ളതാണ് ഞാൻ മോയ്സ്ചറൈസർ തേച്ചു കേട്ടോ. അപ്പോൾ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്കിലൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ. ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ ഫേസ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള എന്നെ പോലെയുള്ള ആൾക്കാർക്കും മസ്റ്റായിട്ട് യൂസ് ആക്കേണ്ട ഒരു സാധനമാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഇത് മേക്കപ്പിൽ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. യോഗ മുമ്പിൽ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആക്ട്രസ് പാർവതീൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പാർവതി. അപ്പോൾ നമുക്ക് തുടർന്നാലോ. നമ്മൾ ഫോർഹെഡിൽ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ആക്കുന്നുണ്ട്. നമ്മൾ മിക്സ് ഇത് ചെയ്യാൻ പോവാണ് കേട്ടോ. എന്നിട്ട് ഈ ഫോർഹെഡ് ചീക്കിൻ്റെ ഇവിടെ ഒരു സാധനം ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു സാധനം ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. റെഡി, സ്റ്റാർട്ട് ചെയ്താലോ. വേഗം വീഡിയോ പോസ്റ്റ് ചെയ്തോ. കുറച്ച് ഓയിലോ മോയ്സ്ചറൈസിങ് ക്രീമോ എന്താണെന്ന് എടുത്ത് വെച്ച് തേക്കാം കേട്ടോ. അവരുടെ വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യം ഫോർഹെഡിലാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യുന്ന സമയത്ത് വർത്താനം പറച്ചിലിനോ വേറൊന്നും കാര്യങ്ങൾക്ക് പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് തന്നെ. പിന്നെ ഇതേ ഫോർഹെഡിൽ നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുക. ഈ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ മർമ്മമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് വരാൻ പാടില്ല. ഇത്ര തന്നെ കറക്റ്റായിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഇതൊരു 3-4 വട്ടം ഇങ്ങനെ ചെയ്യുക. Type it 5 times. ഈ ചീക്കിൻ്റെ ഇവിടുന്ന് ചിരിക്കുമ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. കണ്ടില്ല, മോഡൽസിനും ഇന്നത്തെ വലിയ സെലിബ്രിറ്റിക്കൊക്കെ ഇങ്ങനെ സാധനം. എനിക്ക് മേക്കപ്പിൽ ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള സാധനം എന്ന് പറയുന്നത് കോണ്ടൂറിങ് ആണ്. കാരണം ഫേസിനെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനുണ്ട്. ചോറൊക്കെ പോയി കിടക്കാം, അച്ഛനും അപ്പുറത്ത് കിടന്ന് ഉറങ്ങുവാണ്. ഓക്കെ, അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ചീക്കിൻ്റെ ഒന്നാണ്. ഓക്കെ, ഈ നോസിൻ്റെ ഒന്ന്
ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഈ സൈഡ് വരെ നമ്മുടെ ചെവീൻ്റെ ഈ അറ്റം വരെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൊണ്ടുപോകാം കേട്ടോ. ജോ ലൈനും കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യണത്. ഞാനിത് ഒരാഴ്ച കണ്ടിന്യൂസ് ആയി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തെങ്കിലും മാറ്റങ്ങൾ എനിക്ക് സെൽഫായിട്ട് തോന്നുകയാണെങ്കിൽ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു എക്സസൈസ് ആണ് കേട്ടോ. അതായത് നമ്മൾ അവിടുത്തെ ഫാറ്റ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട് സൈഡിലും ഇതുപോലെ അങ്ങോട്ട് നല്ല പോലെ അമർത്തരുത് കേട്ടോ. സ്ക്രാച്ചസ് വീഴുന്ന രീതിയിൽ അമർത്തരുത്. പിന്നെ വേറെ ശ്രദ്ധിക്കാനുള്ളത് കയ്യിൽ ഈ ഓർണമെൻറ്റ്സ് ഇടുന്നത് ഒഴിവാക്കുക. കാരണം ഈ മോതിരമൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രാച്ചസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളെ നെക്കിൻ്റെ ഇവിടെ ആയിട്ട് അല്ലെങ്കിൽ താടീൻ്റെ ഇവിടെ ആയിട്ട് കുറച്ച് ഒരു ബൾക്ക്നെസ് കൂടാൻ ചാൻസ് ഉണ്ട്. അത് കുറച്ച് വണ്ണമുള്ളവർക്ക് അത് മനസ്സിലാവും കേട്ടോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ശരീരത്തിനായാലും മനസ്സിനായാലും ഫേസിനായാലും യോഗ അതുപോലെ തന്നെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് ടൈം ഉള്ളെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ളത് ചെയ്താൽ മതി. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജോയിൻ ലൈൻ ഒന്നും കൂടി ഷാർപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലത്തെ എക്സസൈസ് ആണ് കേട്ടോ. എക്സസൈസിലുള്ള ഫാക്റ്റൊക്കെ അത് പോകുന്നതാണ്. ഇതും ഒരു 10 പ്രാവശ്യമൊക്കെ ചെയ്യണം കേട്ടോ, എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ 2-3 ചെയ്താൽ മതി. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മർമ്മങ്ങളുള്ളിടത്ത് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ പ്രഷർ കൊടുക്കുകയാണ്. എൻ്റെ വീഡിയോയ്ക്കകത്ത് നല്ല പ്രഷർ കൊടുക്കണ പോലെ തോന്നും. അടുത്തത് നോക്കിക്കോണേ. ഇതിനെ ബാക്കിലോട്ട് പുഷ് ചെയ്ത് ഇവിടെ കൈ വെക്കും. ഓക്കെ, പറയുന്നത് നീര് പോയി അത്രേ ഉള്ളൂ. ഓക്കെ, ഈ പോയിന്റ് കണ്ടോ? ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. ഇനി മോതിരൊക്കെ ഉണ്ടെങ്കിൽ സ്കിന്നിന് സ്ക്രാച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് വയ്ക്കണേ. എല്ലാം മേളിലോട്ടാണ് ലിഫ്റ്റ് ചെയ്ത് വിടണേ. അങ്ങനെ പോയി ഫ്രഷൊക്കെ ആയി വന്നതിന് ശേഷം ഉച്ചയ്ക്കുള്ള ലഞ്ചാണ് കേട്ടോ. 2 ചപ്പാത്തിയും അതുപോലെ തന്നെ മുട്ടയും. അത് കഴിഞ്ഞിട്ട് വരയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വരച്ചൊക്കെ ഇരുന്നു. ഫിനിഷ് ആക്കിയിട്ടില്ല കേട്ടോ. ഇത്രയും ഭാഗം ആയപ്പോൾ തന്നെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ മേലൊക്കെ കഴുകി വന്നപ്പോൾ തന്നെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ രാത്രി സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതേ ഓറിയോ ബിസ്ക്കറ്റാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് നൈറ്റത്തെ ഫുഡ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റ, ബൈ, സീ യു.